ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കൊക്കെ പറ്റുന്ന ഗ്രേവിയോട് കൂടിയ ഒരു കൂന്തൽ കറി തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു 600 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കിട്ടിയതാണ് 600 ഗ്രാമോളം. ഇതൊരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ആ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. സവാള ഒരു 2 എണ്ണം സ്ലൈസായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും, 1 തണ്ട് കറിവേപ്പിലയും, 1 തക്കാളി അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കറി തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവറൊക്കെ വരുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാളയുടെ നിറം ഒന്ന് മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സവാളയുടെ നിറം ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൺചട്ടിയിലല്ലാതെ പ്രഷർ കുക്കറിലാണ് കൂന്തൽ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 4 വിസിൽ തീ ലോ ഫ്ലെയിമിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കൂന്തൽ വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ സവാള ഇപ്പോൾ ഒന്ന് റെഡിയായ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂണ്, സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണും, പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും ചേർത്ത് പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ കൈ എടുക്കാതെ ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. തക്കാളി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂന്തലിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ മതിയാകും. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ചട്ടിയിൽ കൂന്തൽ കറി വെക്കുമ്പോൾ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് സമയം എടുക്കുന്നതാണ്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കൂന്തലൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ്. ഇപ്പം ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് തിള വരുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. 2 or 3 തവണ നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂന്തൽ വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഗ്രേവി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റോളം വീണ്ടും അടുപ്പത്ത് വെച്ച് ഗ്രേവി പറ്റിച്ചെടുക്കേണ്ടതാണ്. കൂന്തൽ ഒരു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ.